ഈ 1 ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ഞാൻ നിങ്ങൾക്ക് വെറും 1000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്വാഭാവികമായും 99% ആളുകളും അത് വിശ്വസിക്കില്ല. പക്ഷേ കോയമ്പത്തൂരിൽ പ്രമുഖ കമ്പനികളുടെ വയറുകൾ കേരളത്തിലേക്കാൾ 30-40% വിലക്കുറവിൽ ലഭിക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ വീട് പണിയുന്ന പല മലയാളികളും അത് വിശ്വസിക്കാറുണ്ട്. ശരിയാണ്, ലഭിക്കും. പക്ഷെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്വർണം പോലെ തന്നെ അന്താരാഷ്ട്ര വില നിലവാരത്തിൽ വ്യാപാരം നടക്കുന്ന ഒരു മെറ്റലാണ് കോപ്പർ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഗൈഡ്ലൈൻസ് പ്രകാരം ഒരു സ്ക്വയർ ക്ലാസ് 2 കേബിളിൽ 845 ഗ്രാം കോപ്പർ ഉണ്ടാവണം. ഫസ്റ്റ് ഗ്രേഡ് കോപ്പറായ ഇലക്ട്രോലൈറ്റിക് കോപ്പറിന്റെ ഇന്നത്തെ വില GST അടക്കം 1021 രൂപയാണ്. അതായത് ഒരു റോള് വയറിൽ 863 രൂപ വിലമതിക്കുന്ന കോപ്പർ ഉണ്ടാവണം. ഈ ഒരു റോളിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് ഏകദേശം 1300 ഗ്രാമിന് മുകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വയറിൽ 455 ഗ്രാമിന്റെ PVC ഉണ്ട്. ഫസ്റ്റ് ഗ്രേഡ് PVCയുടെ ഇന്നത്തെ വില 160 രൂപയാണ് GST അടക്കം. അതായത് ഈ റോളിൽ 73 രൂപയുടെ PVC ഉണ്ട്. അപ്പൊ എത്ര രൂപയുടെ റോ മെറ്റീരിയൽ ആയി? കോപ്പറും PVCയും മാത്രം 936 രൂപയുടെ റോ മെറ്റീരിയൽ ആയി, അല്ലെ? ലക്ഷങ്ങൾ വില വരുന്ന മെഷീനറിയിലാണ് കേബിളുകൾ നിർമ്മിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യന്മാരും വേണം. ബാക്കി വരുന്ന കളറുകൾ പോലെയുള്ള അല്ലറ ചില്ലറ റോ മെറ്റീരിയൽസും മേക്കിംഗ് ചാർജായി ഒരു 8% കണ്ടാൽ കൂടി ഈ കേബിളിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ 1030 രൂപയായി വരും. ഈ കേബിൾ ഫാക്ടറിയിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്റെ അടുത്തെത്തി കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ കേരളത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തെത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 10% ഇതിലേക്ക് ആഡ് ആവും. അതായത് 1133 രൂപയാവും. ഡിസ്ട്രിബ്യൂട്ടറുടെ ഒരു മാർജിനും ഷോപ്പിന്റെ വളരെ ചെറിയൊരു മാർജിനും കൂടി കൂട്ടിയാൽ ഈ കേബിൾ 1200 രൂപയുടെ മുകളിൽ പോയേ മതിയാവും. ഇത്രയും വില വരേണ്ട പ്രമുഖ കമ്പനികളുടെ ഈ കേബിളുകൾ കോയമ്പത്തൂരിലുള്ള ഷോപ്പുകൾ വെറും 900-നും 950-നും എങ്ങനെ വിൽക്കുന്നുവെന്ന് വീട് പണിയാൻ വയറ് വാങ്ങാൻ കോയമ്പത്തൂർ പോകുന്ന വ്യക്തി പലപ്പോഴും ചിന്തിക്കാറില്ല. പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ 1030 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഈ കേബിളിന് 900 രൂപയ്ക്ക് എങ്ങനെയാണ് ഇവർ വിൽക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ വിൽക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കേബിളുകളാണ്. സ്ക്രാപ്പ് കോപ്പർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനികളുടെ പേരിൽ നിർമ്മിക്കുന്ന ഈ കേബിളുകൾ ഉപയോഗിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ കേബിളുകളുടെ കോപ്പറിന്റെ ഗ്രേഡ് മോശമായതുകൊണ്ടും കനത്തിലും തൂക്കത്തിലും ഒക്കെ കുറവുള്ളതുകൊണ്ടും ഈ കേബിളുകളിലൂടെ വൈദ്യുതി പ്രവാഹം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം വളരെ കൂടുതലാണ്. അങ്ങനെ ഊർജ്ജനഷ്ടം സംഭവിക്കുകയും വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയും ചെയ്യുന്നു. കാരണം സ്ക്രാപ്പ് കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി താരതമ്യേന വളരെ കുറവാണ്. ഈ കേബിളാണ് നിങ്ങളുടെ വീട് പണിയാൻ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കറണ്ട് ബില്ല് തീർച്ചയായിട്ടും കൂടും. മാത്രമല്ല ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പിടിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാവും. കോയമ്പത്തൂരിൽ പോയി വയറ് വാങ്ങി നിങ്ങൾ ഒരു 10,000 രൂപ വീട് പണിയുമ്പോൾ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. കോമ്പറ്റീഷൻ കാരണം 95% ഇലക്ട്രിക്കൽ ഷോപ്പുകളും വളരെ കുറഞ്ഞ ഒരു മാർജിനിലാണ് ഇലക്ട്രിക്കൽ കേബിളുകൾ വിൽക്കുന്നത്. 1-2% മാർജിൻ പോലും പലപ്പോഴും ഈ ഷോപ്പുകൾക്ക് എടുക്കാൻ കഴിയാറില്ല. നിങ്ങളുടെ വീട് പണി നടക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. അവരെ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല അവർ ഈ കച്ചവടം ചെയ്യുന്നത്, നിത്യജീവിതത്തിന് വേണ്ടിയാണ്. അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ നാടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ വീട് പണിക്ക് നാട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. ഇഫ് യു ഹാവ് എ ചാൻസ്, സപ്പോർട്ട് ലോക്കൽ ബിസിനസ്സസ്. താങ്ക് യു വെരി മച്ച്.